ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ സിസേറിയൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രസവ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതറിയാത്ത കുറേ പേരുണ്ടാവും. എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഓരോ മരുന്നുകളായാലും അതുപോലെ എങ്ങനെയാണ് എപ്പോഴാണ് കുഴമ്പ് തേച്ച് കുളിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എനിക്ക് എൻ്റെ അമ്മയ്ക്കും. കാരണം എനിക്ക് മൂന്നും നോർമൽ ഡെലിവറി ആയിരുന്നു, നാലാമത്തതായിരുന്നു കേട്ടോ സിസേറിയൻ. അപ്പോൾ അറിയാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസും എന്നൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സിസേറിയൻ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ആകെ ഡൗട്ടായിരുന്നു കേട്ടോ, എപ്പോൾ തൊട്ട് മരുന്നുകൾ കഴിച്ചു തുടങ്ങണം. അതായത് നമുക്ക് നോർമൽ ഡെലിവറി ആയ ആൾക്കാർക്ക് വീട്ടിൽ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ. പക്ഷേ സിസേറിയൻ ഡെലിവറി ആയത് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുറിവുകൾ ഉണങ്ങാനായിട്ട് താമസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചിലവരുടെ ശരീരപ്രകൃതി പഴുക്കട ശരീരമുള്ളവരായിരിക്കും. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. എല്ലാ ഡോക്ടർമാരും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വിടുക. മരുന്നുകളൊന്നും ഒരുപാട് വാരി വലിച്ച് കഴിക്കേണ്ട, പിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും മുന്നേ ഡോക്ടർമാരോട് ചോദിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്നോട് ഹോസ്പിറ്റലിൽ പോരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് വെട്ടാൻ ചെല്ലാൻ, അതുവരെ നമുക്ക് അയണും കാൽസ്യം മാത്രം കഴിച്ചാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 6 ആഴ്ച വരെ കാൽസ്യം അയണും മാത്രമാണ് കഴിച്ചത്. പിന്നെ 6 ആഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് വെട്ടാൻ ചെന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇനി തൊട്ട് നിങ്ങൾ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങിക്കോളൂ, ബട്ട് 45 ഡേയ്സ് കഴിയാണ്ട് കുഴമ്പ് തേച്ച് ഉണ്ണി കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് തൊട്ടിയാണ് കേട്ടോ, ഞാൻ സാരി കൊണ്ട് അവനൊരു തൊട്ടിൽ കിട്ടിയതാണ്. വാവോ 45 ദിവസത്തിന് ശേഷം നിങ്ങൾ കുഴമ്പ് തേച്ച് കുളിച്ചാൽ മതിയെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ സ്റ്റിച്ച് വെട്ടി എന്നുണ്ടെങ്കിലും അതിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കുഴമ്പ് നമ്മൾ ചൂടാക്കിയിട്ട് ചൂടുവെള്ളം കൊണ്ടല്ലേ കുളിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് പോയി ചിലപ്പോൾ ഉള്ളിലത്തെ മുറിവ് പഴുക്കാൻ സാധ്യത ഉണ്ടാവും ചിലവർക്ക്. അത് കാരണം ഞാൻ പേടിച്ചിട്ട് 45 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുഴമ്പ് തേച്ച് കുളി തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ അത്ര നാളെന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറയാം. അപ്പോൾ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് വെട്ടി വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് കഴിക്കാൻ തുടങ്ങിയത് കഷായമാണ് കേട്ടോ. കഷായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനന്തരം ഗുളിക മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു കഷായം ഉണ്ട്. അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. അവർ പ്രസവം കഴിഞ്ഞിട്ട് കിടക്കണ എനിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും കേട്ടോ. അതൊരു 45 ml എടുത്തിട്ട് ഒരു കുഞ്ഞു ഗുളിക പൊട്ടിച്ച് കലക്കി കാലത്ത് 6 മണിക്ക് വൈകുന്നേരം 6 മണിക്കാണ് ഞാൻ കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരാഴ്ചത്തോളം നീണ്ടു നിന്നു. അതിനുശേഷം ഞാൻ കഴിച്ചത് പിന്നെ അരിഷ്ടമാണ്. അരിഷ്ടം എന്ന് പറയുന്നത് ജീരക അരിഷ്ടവും ദശമൂല അരിഷ്ടവും നമ്മൾ ഓരോ കുപ്പി വെച്ച് വാങ്ങാം. എന്നിട്ട് അത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് ഇത്രയും ml എന്നുള്ളതുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അരിഷ്ടം കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ പറ്റുമല്ലോ നമ്മൾ. അപ്പോൾ ഒരു വായ എടുത്ത് കുടിക്കും, ഒരു കവളെടുത്ത് കുടിക്കും. വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്തും അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അത് കഴിയണ വരെ അങ്ങനെ ചെയ്തു. മൂന്നാമത് ഞാൻ കഴിച്ചത് പൂക്കുലാതിലേഹ്യമാണ് കേട്ടോ. അപ്പോൾ പൂക്കുല ഇവിടെ കിട്ടുമൊക്കെ ചെയ്യും, പക്ഷെ അത് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണം നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ തേങ്ങയ്ക്ക് ക്ഷാമമുള്ളത് കൊണ്ട് ഞങ്ങൾ പൂക്കുലാതിലേഹ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുകയാണ് ചെയ്തത്. കോട്ടക്കലിലാണ് കേട്ടോ ഞാൻ വാങ്ങി കഴിച്ചത്. നല്ല ലേഹ്യമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ ഡെലിവറിക്ക് കോട്ടക്കലിൻ്റെ അല്ല വാങ്ങിയത്, പക്ഷെ അത് ഭയങ്കര ചവർപ്പായിരുന്നു, വയല വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു 500 ഗ്രാമിൻ്റെ വാങ്ങിയിട്ടാണ് ഞാൻ കഴിച്ചത്. അത് ഫുള്ള് കംപ്ലീറ്റ്. അത് കാലത്ത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം 1 സ്പൂണ്, രാത്രി ഭക്ഷണത്തിന് ശേഷം 1 സ്പൂണ്, അങ്ങനെയാണ് കഴിച്ചിരുന്നത്. അതാണ് മൂന്നാമത് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേഹ്യമാണ്. ഉള്ളിലേഹ്യം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേഹ്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നല്ല സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലതാണ് ഉള്ളിലേഹ്യം കഴിക്കുന്നത്. നമ്മൾ മുറിവ് ഉണങ്ങാൻ, നമുക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് വയ്ക്കാനും അങ്ങനെ മൊത്തത്തിൽ നല്ലതാണ് ഉള്ളിലേഹ്യം കേട്ടോ. അപ്പോൾ ഉള്ളിലേഹ്യം കഴിച്ചതിന് ശേഷമാണ് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ആടുമരുന്ന് എന്ന് പറഞ്ഞ സംഭവം കഴിക്കണത്. ചിലർ കോഴിമരുന്ന് ഉണ്ടാക്കും, പക്ഷെ ഞാൻ എല്ലാത്തിനും ആടുമരുന്നാണ് കഴിച്ചിരിക്കുന്നത്. ആടാണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ഭാവിയിൽ തണ്ടിൽ വേദന ഇല്ലാണ്ടിരിക്കാനും
കൈകാല് കഴപ്പ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ബോഡിക്ക് ഏറ്റവും നല്ലത് ആടാണ് കേട്ടോ. ആടുമരുന്നും അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഈ ഒരു സിസേറിയത്തിന് ശേഷം കഴിച്ച ഒരു മരുന്നുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് കഷായം, അരിഷ്ടം, പൂക്കുലാതി ലേഹ്യം, അതുപോലെ ഉള്ളിലേഹ്യം, ആടുമരുന്ന്. ഈ 5 ഐറ്റംസ് മാത്രമാണ് ഞാൻ കഴിച്ചേക്കുന്നത്. നമ്മൾ കുറേ വാരി വലിച്ച് കഴിച്ച് നമ്മൾ കുറേ പൊണ്ണത്തടി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതെൻ്റെ 4ാമത്തെ ഡെലിവറിയാണ്. ഞാനങ്ങനെ ഓരോ ഡെലിവറിക്കും എനിക്ക് വേണ്ടത് മാത്രം ചൂസ് ചെയ്ത് കഴിച്ചിരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് തടി വെച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുറച്ച് തടി എന്നേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ തടിയെന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് പുഷ്ടിപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെ വരെ പിന്നാലെ നടക്കുമ്പോൾ അത് കുറയാറുണ്ട്. ഓരോരുത്തരും ഓരോ പ്രസവം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പൊണ്ണത്തടി വയ്ക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരുപാട് വാരി വലിച്ച് കഴിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കാം. പിന്നെ നമ്മൾ ഒരു 6 മാസം വരെ കാൽസ്യം ആൻഡ് അയൺ നിർബന്ധമായും കഴിക്കുക കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ട്, കാലത്ത് വൈകിട്ടും കഴിക്കേണ്ടത്. അപ്പം അത് മുടങ്ങാണ്ട് കഴിക്കുക. അപ്പം നമ്മുടെ കുഞ്ഞിക്കും നമുക്കും ആരോഗ്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കിട്ടണതൊക്കെ നന്നായി കഴിക്കുക. നമുക്ക് കോൺസ്റ്റിപ്പേഷനും മറ്റും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില പണ്ടത്തെ ആൾക്കാർ പറയും പച്ചമരുന്നുകൾ കഴിക്കുമ്പോൾ വെള്ളം അധികം കൊടുക്കില്ല, പണ്ടത്തെ ആൾക്കാരൊന്നും. അപ്പോൾ അങ്ങനെ മുന്നേ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പറയും വെള്ളം അധികം കുടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ അങ്ങനെ കഴിക്കാൻ നിന്നിട്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വെള്ളം നന്നായി കുടിക്കും. അതുപോലെ ഫ്രൂട്ട്സ് നന്നായി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, പച്ചക്കറികൾ നന്നായി ഉൾപ്പെടുത്തുക. ഫസ്റ്റത്തെ ഒരു 20 ദിവസം നമ്മൾ നോൺ വെജ് ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. പിന്നെ ഞാൻ 45 ഡേയ്സിന് ശേഷമാണ് കുഴമ്പ് തേച്ച് കുളി തുടങ്ങിയത്. അത് ഒരു ചെറിയ ബോട്ടിൽ കുഴമ്പ് വാങ്ങിയിട്ട് അത് കഴിയണ വരെ തേച്ച് കുളിച്ചിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ഇടയ്ക്കൊക്കെ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആൾ ഉറങ്ങാണ്, ഉറക്കത്തിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. വാവോ വാവോ വാവോ. അപ്പം ഇന്ന് വെളിച്ചത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഇന്ന് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ യാതൊരുവിധ മാർഗ്ഗമില്ല, കാരണം ചൂട് അസഹനീയമാണ്. അപ്പം ഞാൻ റൂമിലാകുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഫാനിൻ്റെ സൗണ്ട് കേൾക്കേണ്ട വന്നാലും വേണ്ടില്ല എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഇവിടെ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ജനലയുടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴമ്പ് എങ്ങനെ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഴമ്പ് നമ്മൾ തന്നെ എന്തായാലും കുഴമ്പ് വാങ്ങിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. നമ്മളെന്തായാലും കുളിക്കാൻ വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ ആ പാത്രം ജസ്റ്റ് അതിൽ എണ്ണ ഒഴിച്ചിട്ട് വെക്കുക. അപ്പോൾ ആ കുഴമ്പ് നന്നായി ചൂടാവും. ഇല്ല അതിലേക്ക് നമ്മൾക്ക് പച്ചമഞ്ഞളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മെത്തൊക്കെ പറ്റിയിട്ട് നല്ല ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക. അപ്പോൾ വേത് കുളിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ പച്ചിലകളൊക്കെ ഇട്ടിട്ടാണ് വേദുവെള്ളം തയ്യാറാക്കുക ചിലവർ. പക്ഷേ ഈ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് പാകത്തിനുള്ള ചൂട് പിടിച്ചിട്ട് കുളിക്കുകയാണ് ചെയ്തേക്കണത്. അതുപോലെ സിസേറിയൻകാർക്ക് വയറ് കെട്ടാനോ വയറധികം അമർത്തി ഒഴിയാനൊന്നും പാടില്ല, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. അപ്പം അത് കാരണം ഞാൻ ഇപ്രാവശ്യം വയറുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വയറ് പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ വയറ് കെട്ടരുത്, കാരണം അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ടുള്ള സ്റ്റിച്ചുകൾ ഉണങ്ങാനായിട്ട് പാടായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ചിലർ പറയും, വീട്ടിലില്ലാത്ത ആൾക്കാർ പറയും വയറ് കെട്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് വയറ് കെട്ടാൻ യാതൊരു പ്രശ്നമില്ല, കാരണം ഞാൻ എൻ്റെ 3 ഡെലിവറി കഴിഞ്ഞപ്പോഴും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയറിന് അത്ര കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് സിസേറിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം ആഴത്തിൽ മുറിവുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വയറ് പോലുള്ള മാർഗ്ഗം എന്താണെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കൊരു 3 മാസത്തിന് ശേഷം വേണമെങ്കിൽ ബെൽറ്റ് വാങ്ങിയിട്ട് ഇടാം, അതായത് വയറ് കുറയാനായിട്ടുള്ള ബെൽറ്റ് ഇല്ലേ, അപ്പോൾ അത് വാങ്ങിയിട്ടിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനത്തെ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ എന്ത് എണ്ണ വെച്ച് കുളിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡെലിവറിക്ക് ശേഷം ഞാൻ
ഫസ്റ്റത്തെ 3 ഡെലിവറിക്ക് ഞാൻ നല്ലെണ്ണ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് തലയിൽ കുളിച്ചിരുന്നത്. ഇപ്രാവശ്യം എനിക്ക് മിണ്ടുമ്പോൾ കോൾഡും കാര്യങ്ങളും വരണ കാരണം ഞാൻ നല്ലെണ്ണ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള എണ്ണയാണ്. അത് കാരണം ഞാൻ കാച്ചിയ എണ്ണയാണ് കേട്ടോ പറ്റി കുളിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞാൻ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ അമ്മ ഹെയർ ഓയിൽ അത് തന്നെയാണ് പറ്റി യൂസ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. അപ്പോൾ പിന്നെ വല്ല താളിയൊക്കെ ഇട്ട് കുളിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ട് കുളിക്കണോണ്ടൊന്നും യാതൊരു തെറ്റില്ല. പിന്നെ ഫേസ് പാക്കുകൾ കാര്യങ്ങളൊന്നും ഇടുന്നതുകൊണ്ട് നമുക്കൊരു മറ്റേ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് രക്തചന്ദനോ അങ്ങനെ നല്ല നല്ല ഫേസ് പാക്കുകളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ഷാരിക്കണ്ണൻ എന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.